ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു സ്മാർട്ട് സ്റ്റഡി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം തന്നെ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് TP ഇടാം, അങ്ങനെ സ്വയം സെൽഫ് കെയറും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ, യോഗയും ചെയ്യാം. പിന്നെ ഇനഫ് സ്ലീപ്പ് കിട്ടണം. അല്ലാതെ പഠിക്കുന്നതിന് വേണ്ടി ഉറക്കം മാറ്റി വയ്ക്കാനൊന്നും അതൊന്നും നടപടിയാണ് കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 8 ഹവേഴ്സെങ്കിലും മിനിമം നമ്മൾ കിടന്നുറങ്ങണം. പിന്നെ ഈ പഠിത്തം നല്ല എൻജോയബിൾ ആയിട്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ബ്രേക്ക് എടുത്ത് പഠിക്കണം. അല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ അത് ഒന്നും കൂടി ഓർത്ത് വയ്ക്കാം. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനൊരു റിവാർഡ് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് തരത്തിലുള്ള റിവാർഡും കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിന്ന്. ഇനി വേറെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സ്റ്റഡി ഷെഡ്യൂൾ എന്ന് വെച്ചാൽ സ്റ്റഡി ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആദ്യം തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് തുടങ്ങാനായിട്ടായിരിക്കുമല്ലോ ഏറ്റവും പാട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലൂടെ തുടങ്ങിയാൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ സ്റ്റഡി വ്ലോഗ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമൊക്കെ കഴിഞ്ഞു എന്നാൽ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനെങ്കിലും നമ്മളെല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിന്ന്. സോ താങ്ക് യു.